ബീഹാറിൽ അതിപിന്നോക്ക വിഭാഗം ഇപ്പോഴും കടുത്ത ചൂഷണത്തിനിരകളാണ്. ഇതിന് പ്രധാന കാരണം വിദ്യാഭ്യാസമില്ലായ്മയാണ്. പ്രൈമറി വിദ്യാഭ്യാസം പോലും പൂർത്തിയാകാതെയാണ് കുട്ടികൾ തൊഴിലാളികളായി മാറുന്നത്. അതിപുരാതന കാലത്ത് തന്നെ നിർമ്മിക്കപ്പെട്ട ലോകത്തെ ആദ്യ സർവകലാശാലയായ നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്താണ് ഈ അപജയം. ലോകത്തെ തന്നെ ആദ്യ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ സർവകലാശാലയാണ് നളന്ദ സർവകലാശാല. ഇത് 5-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. ഗുപ്ത രാജകുമാരുടെ കാലത്താണ് നിർമ്മിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ് നളന്ദ സർവകലാശാല. ഒരു കവാടവും ഉയർന്ന മതിൽക്കെട്ടുകളുമുള്ള വിജ്ഞാനശാല, 12 വർഷത്തെ പാഠ്യപദ്ധതി, വിദ്യാഭ്യാസം സൗജന്യം. അന്നത്തെ കാലത്തെ വളരെ പ്രശസ്തരായ 2000-ലധികം അധ്യാപകർ ഇവിടെ പഠിപ്പിച്ചിരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. മാത്രമല്ല 10,000-ലധികം വിദ്യാർത്ഥികളും ആ സമയത്ത് ഇവിടെ താമസിച്ച് പഠിക്കുകയും ചെയ്തിരുന്നു. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ഷാൻസാങ് നളന്ദയിലെത്തി അധ്യയനം നടത്തിയിരുന്നു. നളന്ദയെക്കുറിച്ചുള്ള വിശ്വസനീയമായ പല ചരിത്രങ്ങളും പുതിയ തലമുറയ്ക്ക് ലഭിക്കുന്നത് ഷാൻസാങ്ങിലൂടെയാണ്. ഈ ഒരു നളന്ദ സർവകലാശാലയ്ക്കുണ്ടായ അപജയം ഇപ്പോഴും ബീഹാറിലെ വിദ്യാഭ്യാസ മേഖലയിൽ ആ അപജയം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവപരമായ സ്ഥിതിവിശേഷം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വിദ്യയുടെയും അറിവിന്റെയും ക്ഷേത്രമായിരുന്ന ഈ നാട് വർത്തമാനകാലത്തേക്ക് എത്തിയാൽ ശുഷ്കിച്ച കാഴ്ചകളാണ്. ജാതിയുടെ അതിർവരമ്പുകളിൽ ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്നവർ. പ്രൈമറി വിദ്യാഭ്യാസം പോലും ഇവരുടെ കുട്ടികൾക്ക് അന്യമാണ്. തങ്ങൾ പഠിക്കേണ്ടവരല്ലെന്നും മണ്ണിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന സ്വത്വബോധം ഇവരിൽ സമൂഹം നൽകി കഴിഞ്ഞു. घर वाले नहीं अथी पैसा उतना नहीं है ना हमारे पास कि पढ़ाई करें. हम गरीब हैं इसलिए छोड़ दिए. हम लोग यही किसान बनता है. मेरा माता पिता ये किसान बनता, हम भी किसान बनेगा. പഠിക്കാൻ അവസരം ലഭിച്ചാൽ ഡോക്ടറാകണമെന്ന് ആഗ്രഹിക്കുന്ന മിടുക്കന്മാരും ഇവരുടെ ഇടയിലുണ്ട്. अगर पढ़ाई नहीं हो तो किसान बनना चाहता हूँ. अगर पढ़ाई मैं कर ले तो डॉक्टर बन जाऊँगा. डॉक्टर बनना चाहता हूँ. നരേന്ദ്രമോദിയും BJPയും അവകാശപ്പെടുന്ന ഉത്തരേന്ത്യയിലെ ദളിത് വികസനം ഇതാണ്. ഈ വോട്ടെടുപ്പിൽ ഇവർക്കുമുണ്ട് സമ്മതിദാനാവകാശം. ജാതിപരമ്പുകളെ ഭേദിക്കാൻ അറിവിന്റെ വിജ്ഞാന കേന്ദ്രമായിരുന്ന നളന്ദ സർവകലാശാലയുടെ ശേഷിപ്പുകൾ ഇന്നും ബീഹാറിൽ തലയുയർത്തി നിൽക്കുന്നു. ക്യാമറമാൻ അതുൽ CS-നും വീഡിയോ എഡിറ്റർ ഡൊമിനിക് സാവിക്കുമൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്.